അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി മഖ്ദൂബി റളിയല്ലാഹു അൻഹു ഏലക്കാട്. ഹിജറ 1277 മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് കോടഞ്ചേരി എന്ന സ്ഥലത്ത് ജന്മം കൊണ്ടു. ലോക പ്രശസ്ത പണ്ഡിതനും പ്രമുഖ ആരിഫിയുമായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ തങ്ങളുടെ വംശപരമ്പരയിലാണ് മഹാനവറുകളുടെ ജനനം. ബാല്യകാല വിദ്യാഭ്യാസം സ്വപിതാവിൽ നിന്നും മക്തൂബി പഠന കേന്ദ്രങ്ങളിൽ നിന്നും കരസ്ഥമാക്കിയ ശേഷം പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ ഉപ്പുതങ്ങൾ ബാപ്പുട്ടി മുസല്യാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഉപരിപഠനം നടത്തി. കുട്ടിക്കാലത്തു തന്നെ പ്രപഞ്ചത്യാഗം, സൂക്ഷ്മത, സർവവും റബ്ബിൽ അർപ്പിക്കൽ തുടങ്ങിയ മഹത് സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. പഠിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും അദ്ദേഹം മുന്നോട്ട് നീങ്ങിയിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ഷെയ്ഖ് അവറുകൾ കാണിച്ചിരുന്ന ഭൗതിക വിരക്തിയും ഇബാദത്തിലുള്ള കഠിനാധ്വാനവും സ്വകുടുംബത്തെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. വിവിധ വിജ്ഞാന ശാഖകളിൽ അഗാധ ജ്ഞാനമുണ്ടായിരുന്ന ഗുരുനാഥനിൽ നിന്നും ശരീഅത്തിലും ത്വരീഖത്തിലും വൈദ്യശാസ്ത്രം, ഗോളശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയ വിജ്ഞാന ശാഖകളിലും അവഗാഹം നേടുകയുണ്ടായി. ഈ കാലയളവിൽ തന്നെ വിവിധങ്ങളായ ആത്മീയ പരിശീലന മുറകളിൽ ഏർപ്പെട്ടിരുന്നു. നിരന്തരമായ ആത്മീയ പരിശീലന മുറകളിലൂടെ മനുഷ്യ ശരീരത്തിൻ്റെ സഹജവാസനകളും ദുർമോഹങ്ങളും നീക്കം ചെയ്യുകയും ഹൃദയത്തെ കറകളഞ്ഞ് സ്ഫുടം ചെയ്ത് തേജവുമാകുകയും ചെയ്തു. ഓരോ ശ്വാസവും റബ്ബിൻ്റെ പൊരുത്തത്തിലായി ചിലവഴിച്ച മഹാൻ സദാ ദിക്കറിലും കഴിച്ചുകൂട്ടി. തൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖരായ ഔലിയാക്കളെയും സൂഫി വര്യന്മാരെയും സമീപിച്ച് അനുഗ്രഹം നേടുകയും മഹാത്മാക്കളുടെ മസാറുകൾ സന്ദർശിച്ച് ബർക്കത്തെടുക്കുകയും ചെയ്തിരുന്നു. 3 പതിറ്റാണ്ട് കാലത്തെ ഏകാന്തത വാസം കൊണ്ട് കൽവത്ത് നായകം എന്ന പേരിൽ പ്രസിദ്ധനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഖാദിരി റളിയല്ലാഹു അൻഹുവുമായുള്ള ഷെയ്ഖ് അവറുകളുടെ ആത്മബന്ധം എടുത്തു പറയേണ്ടതാണ്. ആത്മീയ മാർഗങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഖാദിരിയ ത്വരീഖത്തിൽ മഹാനവറുകളുടെ ഷെയ്ഖ് പയ്യനാട്ടുകാരനായ മുഹമ്മദ് ബിൻ മൂസൽ ഖാദിരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. എണ്ണമറ്റ ആത്മപരിശീലന മുറകളിൽ ദീർഘകാലം കഴിച്ചുകൂട്ടും മൂലം ഷെയ്ഖ് അവറുകൾക്ക് കൈവന്ന ആത്മീയ ഔന്നിത്യം വർണ്ണാതീതമാണ്. ഖാദിരിയ, റിഫായിയ, ഷാദുലിയ, നക്ഷാബന്ദിയ, ചിസ്തിയ തുടങ്ങിയ 60-ൽ പരം ത്വരീഖത്തുകളിൽ ഖിലാഫത്തും എണ്ണമറ്റ റിയാലികളിൽ നിന്നും ഇജാസത്തും ലഭിച്ച മഹാത്മാവായിരുന്നു ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ ഖാദിരി റളിയല്ലാഹു അൻഹു. ആത്മീയ ആനന്ദ അഗ്രസീമകളെ കീഴടക്കിയ ഷെയ്ഖ് അവറുകൾ വിലായത്തിൻ്റെ പരമോന്നത സ്ഥാനമായ തഖീം, തക്കീം, വിസാൽ തുടങ്ങിയ പദവികളെ പ്രാപിക്കുകയും ചെയ്തിരുന്നു. അല്ലാഹു ഇല്ലെങ്കിൽ ഇത്രയും അധികം ഔന്നിത്യം പ്രാപിച്ചിട്ടും മറ്റാരും അറിയാതെ ആ രഹസ്യം കാത്തു സൂക്ഷിച്ചതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഷെയ്ഖ് അവറുകളുടെ പ്രായം വർദ്ധിക്കുകയും അള്ളാഹുവിനോടുള്ള മുഹബത്ത് പാരമ്യത്തിലെത്തുകയും ചെയ്തപ്പോൾ പരലോകയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ സ്വയം ഏറ്റെടുക്കുകയും തൻ്റെ ആത്മമിത്രവും പ്രത്യേക മുരീദുമായ കലാമുദ്ദീൻ കെ ഉമർ ഹാജി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫായി ഹയാത്തിലും മരണാന്തരവും നിശ്ചയിക്കുകയും ചെയ്തു. തൻ്റെ പ്രയത്നത്തിലൂടെ കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് മുരീദന്മാരെ വാർത്തെടുക്കുകയും നിരവധി പേരെ സന്മാർഗത്തിലാക്കുകയും ചെയ്ത മഹാൻ തൻ്റെ 109-ാം വയസ്സിൽ ഹിജറ വർഷം 1378 ദുൽഹജ് 12-ന് വെള്ളിയാഴ്ച ഇഹലോകവാസം വെടിഞ്ഞു. മഹാനവറുകൾ ജീവിതകാലത്തും മരണശേഷവും കാണിച്ചിട്ടുള്ള കറാമത്തുകൾ നിരവധിയാണ്. ഇന്നും മഹാനവറുകളുടെ മക്ബറ കറാമത്തുകൾ കൊണ്ട് പ്രശസ്തമാണ്. എല്ലാ വർഷവും ദുൽഹജ് 12-ന് ഷെയ്ഖ് അവറുകളുടെ ഉറൂസ് വളരെ വിപുലമായി നടത്തിപ്പെടും. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ മഹാനവറുകളുടെ കൂടെ തന്നെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടട്ടെ. മഹാനവറുകളുടെ പാത പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.